നല്ല സൂപ്പർ പടമാണ്. ഞാൻ പിച്ചെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പാളയത്ത് അരുണ ഹോട്ടലിൻ്റെ അവിടെ പിച്ചെടുത്താണ് ഞാൻ 2 വർഷം കൊണ്ട് ജീവിക്കുന്നത്. ഇന്നും പിച്ചെടുത്തിട്ട് ഒന്ന് പൈസ കിട്ടിയ ഒരു പടം കണ്ട് കരഞ്ഞു പോയി. അത്രയ്ക്ക് നല്ല പടം. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് പോയ അവൻ്റെ എല്ലാ ഇതോടെ നല്ല വിജയമായിരിക്കും. നല്ല സൂപ്പർ പടം. എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ പടവും കാണും, മിക്ക പടവും കാണും. പക്ഷേ ഇനി ദിലീപിന് നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ കരഞ്ഞു പോയി പടം കണ്ട്. എനിക്ക് അങ്ങനെ പടം കണ്ടപ്പോഴുള്ള ഇതാണല്ലോ. കൂടുതലൊന്നുമില്ല, ഞാൻ മിക്ക പടം കാണുന്നതാണ്. എനിക്കിപ്പോൾ സുഖമില്ലാതെ 4 വർഷമായി. ഞാൻ 2 വർഷം കൊണ്ട് പിച്ച എടുത്താണ് ഞാൻ ജീവിക്കുന്നത്. പാളയത്ത് അരുണ ഹോട്ടലിൻ്റെ അവിടെ ഇരുന്ന് നേരം വെളുത്ത് വൈകിട്ട് ഒരു 50 രൂപ കിട്ടിയാൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഒരു ഷോക്ക് വന്ന് അറ്റാക്കും വന്ന് പിച്ച എടുത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെ മിക്ക പടങ്ങളും ഞാൻ കാണും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഇതാണ്. ഏറ്റവും നല്ല പടം ഇതാണ്. കരഞ്ഞു കഴിയാൻ പടം കൊള്ളാം, പക്ഷേ കുറച്ച് സാഡ് എൻഡിങ് ആയിരുന്നു അവസാനം. അതാണ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരുന്നു പടം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ്റെ ഒരു പുതിയ തിരിച്ചുവരവ് തന്നെ പറയാം. ഇല്ല, എനിക്ക് നിരാശയായിട്ട് തോന്നിയില്ല. നല്ല പടമായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. നല്ല പെർഫോമൻസ്. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. സിനിമയിൽ ശരിക്കും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, പക്ഷെ സിനിമയിലുള്ളത് പോലെ ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 60% അല്ലെങ്കിൽ 70% സത്യമാണെന്ന് പറയാം. ദിലീപ് ഏട്ടൻ അടിപൊളിയായിരുന്നു. വില്ലന്മാരാണ് സൂപ്പർ. വില്ലന്മാരെ കട്ടി ഇപ്പം വില്ലന്മാരുടെ എന്താണ് കാലം എന്ന് വേണമെങ്കിൽ പറയാം. പഴയകാല സംഭവങ്ങളില്ലേ, അപ്പം പഴയകാലം ഇനിയിപ്പം പറയാൻ പറ്റില്ല. കാലം ഇങ്ങനെ ഇപ്പം പഴയ കാലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ കണ്ടില്ല. കൊള്ളാം. നല്ല പടം. ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണമാണ്. നന്നായിരിക്കുന്നു. നല്ല പടം കേട്ടോ, നല്ല പടം, സൂപ്പർ പടം, നല്ല പടം. ദിലീപ് അടിപൊളി, പടം അടിപൊളി, സൂപ്പർ പടം. കാണാൻ നല്ല പടം. ദിലീപ് തിരിച്ചു വരവാണ്.